രണ്ട് പഴം എടുക്കാനുണ്ടോ? എന്നാൽ വൈകുന്നേരം 4 മണി ചായക്ക് കൂട്ടാനായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിത്തരാം. ആദ്യം തന്നെ നമ്മൾ പഴം തോല് പൊളിക്കുക. ഇപ്പോൾ തോല് ഇങ്ങനെയാണ് നമ്മൾ പൊളിക്കേണ്ടത്. ഓക്കെ, ഇതിന് മറ്റൊരു വീഡിയോ തോല് എങ്ങനെ പൊളിക്കും, വൃത്തിയായി പൊളിക്കുക മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എത്ര ആൾക്കാരനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുക്കാൻ. അപ്പോൾ മടിയാതെ ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് പാൽ മതി. ഓക്കെ, അത്ര മതി. നമുക്ക് പാൽ കുക്ക് ചെയ്യുന്ന മുമ്പ് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, അത്രയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണം വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ എന്ത് വേണം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇടുന്നില്ല തൽക്കാലം. ഇത് അത്യാവശ്യം രീതിയും ബീറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ നല്ല ശുദ്ധമായ മിൽമയുടെ നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നെയ്യാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് നമ്മൾ ഇത് നെയ്യ് ഇടുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ചെറിയ തേങ്ങ നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. തേങ്ങ അവിടെ ആയി വരട്ടെ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, സീക്രട്ടായ കുക്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു PDF ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ വെറും 290 രൂപയുടെ ഒരു PDF ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഇത് ഇൻസ്റ്റയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക PDF എന്ന്. ഇൻസ്റ്റയിൽ ഡിസ്ക്രിപ്ഷൻ പോലെ നമ്പർ വേണം, വാട്സപ്പ് നമ്പർ വേണം, അതിൽ ബന്ധപ്പെട്ടാൽ മതി. ഇപ്പോൾ തേങ്ങ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത്രയൊന്നും ആക്കണമെങ്കിലും ഇത്രയൊക്കെ തന്നെ ആക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച പഴം പഴമൊക്കെ ഇതുപോലെ വിട്ട് വന്നതിന് ശേഷം ഇതുവരെയാണ് ഇതാണ് ഇതിൻ്റെ പരവം. ഇതിലേക്ക് നമ്മൾ അതിനകത്ത് എടുത്ത് വെച്ച മുട്ട ഇനി ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇതേപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട തരത്തിൽ ക്രിസ്പി വേണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രത് മതി. ഇപ്പോൾ നമ്മളിവിടെ നിർത്താം. നമ്മൾ പാചകം ചെയ്യുകയാണ്. നല്ല മണവും സ്വാദും കിട്ടി നിങ്ങൾക്ക്. ഇതേപോലെ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേപോലെ ബ്രെഡ് ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു പഴത്തിൻ്റെ മിക്സ്ചർ ഇതുപോലെ കൈകൊണ്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് തിന്നാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ശരി.